മതനിന്ദ നടത്തി മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ വനിതാ ഉദ്യോഗസ്ഥ ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയാണ് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് ഡയറക്ടറേറ്റിലെ ഷംജു ബി.കെ പരസ്യമായി അവഹേളിച്ചത്. വിശദാംശങ്ങളുമായി വിനീഷ് തുടരുകയാണ്. വിനീഷ്, വയനാദിനത്തിലാണ് ഇത്തരത്തിലുള്ള പരസ്യമായി അവഹേളിക്കുന്ന ഒരു സമീപനമുണ്ടായത്. ഉന്നത ഉദ്യോഗസ്ഥരൊന്ന് താക്കീത് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതര മതസ്ഥർ, ഒരു മതത്തിന് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് ആശംസകൾ പോലും അർപ്പിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു ധാരണയിലെത്തുന്ന ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത്രത്തോളം മലീമസമായി കഴിഞ്ഞു, വർഗീയത നിറഞ്ഞതായി കഴിഞ്ഞു ഈ മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ? തീർച്ചയായിട്ടും ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് സർവേ, ഈ സ്റ്റാറ്റിക്സ് വകുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ്. എല്ലാ ഉദ്യോഗസ്ഥരും അത്തരത്തിലല്ല, പക്ഷേ ഒരു സംഘടിതമായ രീതിയിൽ അവിടെ ഒരു പ്രവർത്തനം, ജിഹാദി പ്രവർത്തനം നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വസ്തുതാപരമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തുറന്ന ഒരു ഉദാഹരണം, തെളിവുകൾ തന്നെയാണ് നമുക്ക് ഈ വായനാ ദിനത്തിൽ അവിടെ നടന്ന പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെയുള്ള ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം, ക്രിസ്തുവിനെയും കൃഷ്ണനെയും പരാമർശിച്ചുകൊണ്ടുള്ള അവഹേളിക്കുന്ന തരത്തിൽ മതനിന്ദ നടത്തുന്ന തരത്തിലുള്ള പരാമർശമുണ്ടായിട്ടും ഡയറക്ടർ ഈ ഉദ്യോഗസ്ഥയ്ക്കെതിരെ, ഷംസു എന്ന ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 16-ാം തീയതി NGO സംഘത്തെ തന്നെ നേരിട്ട് ഔദ്യോഗികമായി ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കൃത്യമായി, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ട്, ധാരണയുണ്ട്. പ്രത്യേകിച്ച് പച്ച വെളിച്ചം പോലുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ജിഹാദി പ്രവർത്തനം നടത്താനായി നടക്കുന്നു സെക്രട്ടേറിയറ്റിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഉദ്യോഗസ്ഥരെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിനായക ചതുർത്ഥി ദിനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട്, ഇന്ന് വിനായക ചതുർത്ഥിയാണ്, എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ്, ഈ ഒരു ആശംസാ മെസ്സേജ് ഇട്ട സമയത്ത് പോലും ഈ ഉദ്യോഗസ്ഥനെ വിലക്കുന്ന സാഹചര്യം